നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണക്കപ്പിന് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. തൃശൂരിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണക്കപ്പിന് മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ ഹൃദ്യമായ സ്വീകരണം. പെരിഞ്ഞനത്തെ വാഹനാപകടം 2 പേർക്ക് പരിക്ക്. കൈപ്പമംഗലം കാളമുറിയിൽ സ്വകാര്യ ബസ് ഇടിച്ച് പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞു. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണക്കപ്പിന് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. വിവിധ താളമേളങ്ങളുടെ അകമ്പടിയേകിയ ഘോഷയാത്രയോടെയാണ് സ്വർണ്ണക്കപ്പിന് സ്കൂളിലേക്ക് വരവേറ്റത്. തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സരിത ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ടി പ്രേമൻ, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, സ്കൂൾ പ്രിൻസിപ്പൽ PK ശ്രീജീഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, ഡെപ്യൂട്ടി HM KS ബിന്ദു, അൺഎയ്ഡഡ് പ്രിൻസിപ്പൽ VB സ്ഥിതി, PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ തുടങ്ങിയവർ സംസാരിച്ചു. PTA ഭാരവാഹികളും ജനങ്ങളും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ആ സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ മഹത്തായ ഒരു സ്വീകരണ പരിപാടിയാണ് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ സമയമെടുത്തുകൊണ്ട് ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ മാത്രം വരുന്ന ഈ ഒരു സ്വർണ്ണക്കപ്പ് നമ്മളെല്ലാം കൺകുളിർക്കെ വളരെ സന്തോഷത്തോടുകൂടി അതിൻ്റെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമ്മൾ ഭരണസമിതിയിൽ ഇരിക്കുന്ന കാലഘട്ടങ്ങളിലും ഈ കൊച്ചുമക്കൾ 4000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ കൺകുളിർക്കെ കാണാവുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് ചന്ദ്രാപിന്നി സ്കൂളിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള സന്തോഷം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. തൃശൂരിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണക്കപ്പിന് മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ ഹൃദ്യമായ സ്വീകരണം. അധ്യാപകരും വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും രക്ഷിതാക്കളും ചേർന്ന് വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയിൽ സ്വർണ്ണക്കപ്പിന് സ്കൂളിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PH നിയാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AMA ബിനീഷ്, പഞ്ചായത്ത് അംഗം ബീന റഹീം, വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോളയിൽ, കൊടുങ്ങല്ലൂർ AO മൊയ്തീൻകുട്ടി, BPC പ്രശാന്ത്, സ്കൂൾ പ്രിൻസിപ്പൽ ഡൊമിനിക് സാവിയോ, പ്രധാനാധ്യാപകൻ ജോജി, PTA പ്രസിഡന്റ് CM ജുഗുനു തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ തൃശ്ശൂരിൽ നമ്മുടെ സാംസ്കാരിക കേന്ദ്ര നഗരിയിലാണ് നടത്തപ്പെടുന്നത്. 14 മുതൽ 18 വരെയാണ് മേള നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ മണ്ഡലങ്ങളിലും ഈ സ്വർണ്ണക്കപ്പിന്റെ ഘോഷയാത്രയും സ്വീകരണവും നടക്കുന്നത്. അതിന്റെ ഭാഗമായി നമുക്കും അങ്ങനെ ഒരു അവസരം ലഭിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട MLA അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടാണ്. ഒരു അടിയന്തര യോഗത്തിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് മാഷ് തിരുവനന്തപുരത്താണ്. പക്ഷെ നമ്മുടെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ സംഘാടനവും അതുപോലെ തന്നെ ഏറ്റവും മികവുറ്റതാകാനായിട്ട് നമുക്ക് സാധിച്ചു. അതിൽ ഓരോ കമ്മിറ്റികളും നമ്മുടെ സ്കൂളിലെ അധ്യാപകരടങ്ങുന്ന കൺവീനർമാര്, ജനപ്രതിനിധികളടങ്ങുന്ന ചെയർമാൻമാര് എല്ലാവരും. പെരിഞ്ഞനത്തെ വാഹനാപകടം 2 പേർക്ക് പരിക്ക്. ദേശീയപാതയിൽ പെരിഞ്ഞനം സെന്ററിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് കാൽനട യാത്രക്കാരി ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. സ്കൂട്ടർ യാത്രക്കാരൻ 3 പിടിക സ്വദേശി കാരയിൽ 76 വയസ്സുള്ള രാധാകൃഷ്ണൻ, കാൽനടയാത്രക്കാരി SN പുരം സ്വദേശി കോലാട്ട് 34 വയസ്സുള്ള സരസ്വതി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പെരിഞ്ഞനം ഫസ്റ്റ് എയ്ഡ് ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ എത്തിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെ പെരിഞ്ഞനം സെന്ററിലായിരുന്നു അപകടം.
കയ്പമംഗലം കാളമുറിയിൽ സ്വകാര്യ ബസ് ഇടിച്ച് പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞു. രാവിലെ 9:30 കാളമുറി തെക്ക് ഭാഗത്ത് ദേശീയപാത സർവീസ് റോഡിലായിരുന്നു അപകടം. 3 പീടിക ഭാഗത്തേക്ക് സിമന്റ് കയറ്റിപ്പോയിരുന്ന പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് പിറകിൽ എറണാകുളത്തേക്ക് പോയിരുന്ന സ്വകാര്യ ലിമിറ്റഡ് ബസ് ഇടിക്കുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു. ഡ്രൈവർ ചളിങ്ങാട് സ്വദേശി ജമാലിനെ പരിക്കുകളോടെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂരിൽ കാറിടിച്ച് ക്ഷേത്രത്തിന്റെ നടപ്പുര ഗേറ്റ് തകർന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടപ്പുരയുടെ ഗേറ്റ് കാർ ഇടിച്ചു തകർത്തു. ക്ഷേത്രത്തിൽ വാഹനപൂജ കഴിഞ്ഞ കാറാണ് നിയന്ത്രണം വിട്ട് ഗേറ്റ് തകർത്തത്. ശ്രീനാരായണപുരം പത്താഴക്കാട് വെള്ളം നിറച്ച ബക്കറ്റിൽ വീണ് 1.5 വയസ്സുകാരൻ മരിച്ചു. മൂവപ്പാടം പത്താഴപുരകിൽ ഷാജിയുടെ മകൻ സിദാനാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. അരിമ്പൂരിൽ കുട്ടികളടക്കം 15 പേർക്ക് കടന്നൽ കുത്തേറ്റ് പരിക്ക്. വെളുത്തൂർ വിളക്കുമാടത്ത് കുട്ടികളടക്കം ഒട്ടേറെ പേർക്ക് കടന്നൽ കുത്തേറ്റ് പരിക്കേറ്റു. 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെളുത്തൂർ സൗഹൃദ നഗറിലുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് കടന്നലുകൾ കൂട്ടത്തോടെ ഇളകി പ്രദേശവാസികളെ ആക്രമിച്ചത്. 15 പേർക്ക് കടന്നലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ 2 പേരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ നില ഗുരുതരമല്ല. തൃശൂരിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. പൂങ്കുന്നത്ത് വ്യാപാരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 1.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായി പരാതി. രാമവർമ്മപുരം സ്വദേശി ലിനോഷ്യയുടെ അക്കൗണ്ടിൽ നിന്നാണ് പണം തട്ടിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു തട്ടിപ്പ് നടന്നത്. ക്രെഡിറ്റ് കാർഡ് ആക്ടിവേഷൻ പേരിലായിരുന്നു തട്ടിപ്പ്. തൃശൂർ അശ്വനി ജംഗ്ഷനിലെ സ്വകാര്യ ബാങ്കിൽ നിന്നും ലിനോഷ്യയ്ക്ക് ക്രെഡിറ്റ് കാർഡ് ലഭിച്ചിരുന്നു. പിന്നാലെ തട്ടിപ്പുകാർ വാട്സപ്പ് കോളിലൂടെ ബന്ധപ്പെട്ടു. ക്രെഡിറ്റ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനെന്ന പേരിലായിരുന്നു ബന്ധപ്പെട്ടത്. ഇതിനായി ക്രെഡിറ്റ് കാർഡിന്റെയും ATM കാർഡിന്റെയും ഫോട്ടോ വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ ലിനോഷ്യ അയച്ചു കൊടുത്തു. ഇതിനു പിന്നാലെ ലിനോഷ്യയുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് 49,000 രൂപയും അക്കൗണ്ടിൽ നിന്ന് 99,000 രൂപയും നഷ്ടപ്പെടുകയായിരുന്നു. നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടാൻ സൈബർ സെല്ലിലും ബാങ്കിലും പരാതി നൽകി. ട്രെയിനിൽ നിന്ന് വീണ് യുവാവിന് ഗുരുതര പരിക്ക്. സ്റ്റേഷൻ പോയിന്റ് മാൻ രാഹുൽ എന്തോ ശബ്ദം കേട്ടു നോക്കിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ട യുവാവിനെ കണ്ടത്. ഏകദേശം 30 വയസ്സ് തോന്നിക്കുന്ന ഇയാളുടെ ഇടതുകൈ അറ്റുപോയിട്ടുണ്ട്. തലയ്ക്കും കാലിനും ഗുരുതര പരിക്ക് പറ്റിയ ഇയാളെയും അറ്റുപോയ കൈയും തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഇയാൾ കണ്ണൂർ സ്വദേശിയാണ്. വടക്കാഞ്ചേരി പഴയ റെയിൽവേ ക്രോസിന് സമീപം റെയിൽവേ ട്രാക്കിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ട്രെയിനിൽ നിന്ന് വീണതാകാമെന്ന് കരുതുന്നു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മംഗലാപുരം തിരുവനന്തപുരം ട്രെയിനിൽ നിന്നാണ് യുവതി വീണതെന്ന് കരുതുന്നു. ഏകദേശം 40 വയസ്സ് പ്രായമുള്ള സ്ത്രീയുടെ മൃതദേഹമാണ് ട്രെയിൻ കയറി മരിച്ച നിലയിൽ കണ്ടത്. പടക്കത്തിൽ നിന്നുള്ള തീപ്പൊരിയിൽ പുന്നമ്പറമ്പിൽ തീപിടുത്തം. പുന്നമ്പറമ്പ് കനാൽ പാലത്തിന് സമീപം പാണയങ്ങാട് ലോനിയുടെ വീടിന്റെ മുന്നിൽ ഇട്ടിരുന്ന ചകിരിക്കാണ് തീപിടിച്ചത്. പുന്നമ്പറമ്പ് മച്ചാട് പള്ളി പെരുന്നാളിന്റെ പ്രദക്ഷിണത്തോടനുബന്ധിച്ച് പടക്കം പൊട്ടിച്ചതിൽ നിന്ന് തീപ്പൊരി വീണ് വീടിന് വശത്തിട്ടിരുന്ന ചകിരിക്ക് തീപിടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് വീടിന്റെ വാതിലും കത്തിനശിച്ചു. ഒല്ലൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാനും കാറും കൂട്ടിയിടിച്ച് 2 കുട്ടികളടക്കം 13 പേർക്ക് പരിക്കേറ്റു. ആന്ധ്രയിൽ നിന്നുള്ള അയ്യപ്പ തീർത്ഥാടകർക്കും കാറിലുണ്ടായിരുന്ന 2 കുട്ടികളടക്കം 7 പേർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ശബരിമലയിലേക്ക് പോയിരുന്ന അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാൻ തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാൻ മറിഞ്ഞു. യാത്രക്കാരും ഒല്ലൂർ പോലീസും രക്ഷാപ്രവർത്തനം നടത്തി. മുള്ളൂർക്കരയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ഒറ്റപ്പാലം ഭാഗത്തു നിന്ന് തിരുവഞ്ചിക്കുളം അമ്പലത്തിലേക്ക് പോകുന്ന തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ട്രാവലറും എറണാകുളം ഭാഗത്തു നിന്ന് ചെറുപ്പുളശ്ശേരിയിലേക്ക് പോകുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറും തമ്മിൽ മുള്ളൂർക്കര മാർക്കറ്റിന് സമീപം കൂട്ടിയിടിക്കുകയായിരുന്നു. വാഹനാപകടത്തിൽ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. ആർക്കും ഗുരുതരമായ പരിക്കുകളില്ല. ഫിറ്റ്നസ് ഇല്ലാതെ ഒല്ലൂർ തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. ഗണേശ് എന്ന ബസ്സാണ് തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ TV ബിജുവും സംഘവും നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. ഇവരിൽ നിന്ന് 15,250 രൂപ പിഴ ഈടാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണക്കപ്പിന് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. തൃശൂരിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണക്കപ്പിന് മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ ഹൃദ്യമായ സ്വീകരണം.
പെരിഞ്ഞിടത്തെ വാഹനാപകടം 2 പേർക്ക് പരിക്ക്. കൈപ്പമംഗലം കാളമുറിയിൽ സ്വകാര്യ ബസ് ഇടിച്ച് പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.